റോബോട്ടിക് സർജറിയുടെ അടുത്ത ഒരു അധ്യായമാണ് റിമോട്ട് സർജറി. പക്ഷേ ഇന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് ഇത് വളരെ വലിയൊരു സാധ്യതകളാണ് തുറന്നു വയ്ക്കുന്നത്. എന്ന് പറയുമ്പോഴും ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. മറ്റ് വികസിത രാജ്യങ്ങളിൽ റിമോട്ട് സർജറി വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം അവർക്ക് പലപ്പോഴും ആവശ്യമില്ല എന്നുള്ളതാണ്. അവരുടെ എല്ലാ സംവിധാനങ്ങളും അവർക്ക് എല്ലാ സ്ഥലത്തും അവരുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരം സംവിധാനങ്ങൾ അവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു രോഗി ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ അല്ലെങ്കിൽ ഡോക്ടറെ വിശ്വസിച്ചാണ് വരുന്നത്. അപ്പോൾ ആ ഡോക്ടർ അല്ലാതെ വേറൊരാൾ ഡൽഹിയിലിരുന്നോ ബോംബെയിലിരുന്നോ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എന്ത് ഗ്യാരണ്ടിയാണ് ആ രോഗിക്ക് കിട്ടുന്നത്? ഇതിനെങ്ങനെ മറികടക്കാമെന്ന് വെച്ചാൽ നമ്മൾ 100% സുതാര്യമായിട്ട് രോഗികളോട് പറയുകയാണ്, എൻ്റെ കഴിവിൻ്റെ ലിമിറ്റിനപ്പുറത്തുള്ള ഒരു കോംപ്ലക്സിറ്റി ഈ കേസിലുണ്ട് എന്ന്. ഈ കോംപ്ലക്സിറ്റി നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് അതിലും വിദഗ്ധനായ ഒരാൾ വേണമെന്നും ആ ആളുടെ സേവനം നമുക്ക് റിമോട്ട് സർജറിയിലൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ലഭ്യമാക്കാമെന്നും രോഗിയോട് നേരത്തെ പറഞ്ഞ് അതിൻ്റെ സമ്മതപത്രവും അവർക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ രോഗി വളരെ സന്തോഷത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പറയുമ്പോഴും ഒരു റിമോട്ട് സർജറിയിൽ ഒരു സർജൻ ബോംബെയിലിരുന്നോ ഡൽഹിയിലിരുന്നോ അല്ലെങ്കിൽ ഞാനിവിടെ കൊച്ചിയിലിരുന്ന് കാലിക്കറ്റിലേക്ക് സർജറിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം രോഗി ഇരിക്കുന്ന സ്ഥലത്ത് വേറെ ഡോക്ടർമാരില്ല എന്നല്ല. അവിടെ രോഗിയുടെ ശസ്ത്രക്രിയ ചെയ്യാൻ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീം അവിടെ എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അവർക്കത് അവിടെ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനും അവർക്കത് റിമോട്ട് സർജറി മാറ്റി അതോ അവിടുത്തെ ഓപ്പൺ സർജറി ആക്കി മാറ്റി അത് ആ കോംപ്ലിക്കേഷൻ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഇല്ലാതെ ഈ റിമോട്ട് സർജറി എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ സേഫ്റ്റിയുടെ പറ്റിയിട്ടുള്ള കൺസേൺസ് അത്ര പ്രോബ്ലം ഇപ്പോൾ ഇന്നില്ല. മാത്രവുമല്ല ഇന്ത്യയിലുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇന്നത് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് ഒരു കോമ്പറ്റൻറ്റ് ടീം ഇല്ലാതെ റിമോട്ട് സർജറി ചെയ്യാൻ പാടില്ല എന്ന്.